വയനാട് വടക്കനാട് നിന്ന് മയക്കുമടിച്ച് പിടികൂടിയ മുട്ടിക്കൊമ്പൻ കാട്ടാനയുടെ തുമ്പിക്കൈക്കേറ്റ പരിക്കിൽ ചികിത്സ ഉറപ്പാക്കി വനംവകുപ്പ്. 13 ദിവസത്തെ ദൗത്യത്തിനൊടുവിൽ പിടികൂടിയ താത്തൂർ ടസ്കർ 1 എന്ന മുട്ടിക്കൊമ്പൻ നിലവിൽ മുത്തങ്ങയിലെ ആനപ്പന്തിയിലാണ്. വിവരങ്ങളുമായി കാളിദാസ് ദേവതത്വമുണ്ട് വയനാട് നിന്ന്. കാളിദാസ്, 13 ദിവസം കാടടച്ച് നടത്തിയ ഒരു ദൗത്യം തെരച്ചിൽ, അതിനൊടുവിലാണ് ഈ കർഷകനെ കൊലപ്പെടുത്തിയ ആ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ മുട്ടിക്കൊമ്പൻ എന്ന ഈ കാട്ടുകൊമ്പനെ പിടികൂടിയത്. പക്ഷേ പിടികൂടിയപ്പോൾ സങ്കടമായി, അതിൻ്റെ ഒരു തുമ്പിക്കൈയിൽ ഒരു പരിക്കുണ്ടായിരുന്നു. അതിനിപ്പോൾ ചികിത്സ ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇനി അതിനെ കാട്ടിലേക്ക് റേഡിയോ കോളർ അടക്കം ഘടിപ്പിച്ച് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ വടക്കനാട് വാസികൾക്ക് ഏറെ ഭീതി വളർത്തിയ ഒരു കാട്ടാനയായിരുന്നു മുട്ടിക്കൊമ്പൻ. നിലവിൽ ആ മുട്ടിക്കൊമ്പൻ മുത്തങ്ങയിലെ ആനപ്പന്തിയിലാണ്. ആനപ്പന്തിയിൽ ഈ താത്തൂർ ടസ്കർ 1 എന്ന ഈ പ്രാദേശികമായ മുട്ടിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ഈ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ പിടിച്ചതിന് ശേഷമാണ്, അതായത് പിടികൂടിയതിന് ശേഷമാണ് ഈ തുമ്പിക്കൈക്ക് പരിക്കുണ്ടെന്നുള്ള കാര്യമൊക്കെ തന്നെ വനം വകുപ്പ് അറിഞ്ഞിരുന്നത്. നിലവിൽ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ റേഡിയോ കോളർ ഘടിപ്പിച്ചെങ്കിലും പുറത്തുവിടാൻ അല്ലെങ്കിൽ മറ്റൊരു വനമേഖലയിലേക്ക് തുറന്നുവിടാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ തുമ്പിക്കൈക്ക് പരിക്കുള്ളതിനാൽ അതിന് കാട്ടിൽ ഈ ഭക്ഷണം തേടാനുള്ള അല്ലെങ്കിൽ ഭക്ഷണം എടുക്കാനുള്ള സാഹചര്യം എത്രത്തോളം സാധിക്കില്ല, അല്ലെങ്കിൽ ഭക്ഷണം എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് കണ്ടുകൊണ്ടാണ് അപ്പോൾ ഈ പരിക്കോടുകൂടി പുറത്തു വിടണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൃത്യമായി പരിശോധിച്ച ശേഷം നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. ഈ പരിക്കിനുള്ള ചികിത്സ കൃത്യമായി കൊടുത്ത ശേഷം, മരുന്നുകളെല്ലാം കൊടുത്ത ശേഷം പൂർണ്ണ ആരോഗ്യവാനായി മുറിവടക്കം ഉണങ്ങിയ ശേഷം കാട്ടിലേക്ക് വിടാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ കാട്ടാനയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട് മുട്ടിക്കൊമ്പന് വനം വകുപ്പ്. കാളിദാസ്, എപ്പോഴത്തേക്ക്, അതായത് ഇന്ന് എന്തായാലും ഒരു അപ്ഡേറ്റ് വരാൻ സാധ്യതയുണ്ട്? എന്താണ് ഇതിന്റെ കാര്യത്തിൽ, ചികിത്സയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ എപ്പോഴത്തേക്ക് ആന ഓക്കെ ആവും എന്ന കാര്യത്തിലൊക്കെ ഒരു ഇത് വരും. പക്ഷെ എപ്പോഴത്തേക്ക് ഈ റേഡിയോ കോളറൊക്കെ തന്നെ ഘടിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിലവിൽ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ പുറത്തുവിടാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ വടക്കനാട് വാസികളെ സംബന്ധിച്ച് ഒരു വനമേഖലയിലേക്ക് തുറന്നു വിടുകയാണെങ്കിൽ തങ്ങൾ പ്രതിഷേധം ഉയർത്തും എന്നുള്ളതൊക്കെയായിരുന്നു വടക്കനാട് വാസികളും പറഞ്ഞത്. കാരണം ഇതൊരു മറ്റൊരു മേഖലയിലേക്ക് തുറന്നു വിട്ടാൽ ആ മേഖലയിലുള്ള പ്രദേശവാസികൾക്ക് കൂടി ചിലപ്പോൾ നാശനഷ്ടം ഉണ്ടാക്കിയേക്കാം എന്നുള്ളതൊക്കെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും നിലവിൽ ഈ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ട്, ശേഷം ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം വനംവകുപ്പിന് മുന്നിലുള്ള മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മൃഗസ്നേഹികൾ ഹൈക്കോടതിയിൽ നൽകിയ ഒരു കാളിദാസ് ദേവദത്തമാണ് വയനാട് എന്ന വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.